നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കും, പക്ഷെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുത്ത് നോക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ക്ഷീണം ബാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബ്രെയിന് വീക്കല്ല, നമ്മൾ മടിയന്മാരായതുകൊണ്ടല്ല, നമുക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, പകരം നമ്മൾ ഓവർലോഡഡ് ആണ്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം നമ്മൾ എത്ര തവണ ഫോൺ യൂസ് ആക്കും? രാവിലെ എഴുന്നേറ്റ ഉടനെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്, ബസ് പോകുമ്പോൾ, ചായ കുടിക്കുമ്പോൾ, ഇനി കോളേജിൽ പോയിട്ട് ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത്, ഈവനിങ്, നൈറ്റ് ഒക്കെ നമ്മൾ ഫോൺ യൂസ് ആക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ അൺനെസസറി ആയിട്ട് ഒരുപാട് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ നമ്മൾ പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് ബ്രെയിൻ എന്താ നമ്മളോട് പറയുന്നത്? മോനെ, ഐ കാൺ ഫോക്കസ്, ഐ എം ടയർഡ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതുപോലെ നമ്മൾ ഫോണ് അൺലിമിറ്റഡായി യൂസ് ആക്കാണ്, ഒരു പ്രോപ്പറായിട്ട് ഒരു മര്യാദയും കാണിക്കാതെ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബാറ്ററി ലെവൽ കുറയും, ചാർജ് കുറയും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അവസാനം ഫോൺ തന്നെ ഹാങ് ആയി പോകും, ഇതുപോലെ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേപോലെ നമ്മുടെ ബ്രെയിനും കുറച്ച് റെസ്റ്റ് നമ്മൾ കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒന്നാമത്തെ ടാസ്ക്, ഒരു ദിവസം നമുക്ക് ഫോൺ യൂസ് ആക്കാനായിട്ട് ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിൽ ഒരു 30 മിനിറ്റ് നിങ്ങൾ ഫോൺ ഒന്നും യൂസ് ആക്കാതിരിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് എഴുതാം, വായിക്കാം, വേറെ എന്തും ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടൊന്നിരിക്കാം. ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ പതിയെ പതിയെ നിങ്ങൾക്ക് ഫോക്കസ് ലെവൽ കൂട്ടാൻ കഴിയും. ഇത്രയും നേരം എൻ്റെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഫോക്കസ് ഉണ്ട് എന്നതാണ്. എവിടെയും അത് ഇല്ലാണ്ടായിട്ടൊന്നുമില്ല. ബട്ട് ഫോക്കസ് ഈസ് എ സ്കിൽ. അത് മെല്ലെ മെല്ലെ ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. സോ പുതിയ ടാസ്കുമായിട്ട് നാളെ കാണാം. താങ്ക് യു.